അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കുരുവട്ടൂരി വ്യാജ ഷെയ്ഖ് കോമാട്ടിചാൽ കോഴി അബ്ദുള്ളയെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് അഴിഞ്ഞാട്ടവും അർദ്ധനഗ്നകളായ മദാമമാരുടെ ഡാൻസ് കാണലും നിസ്സാരമാണ്. അത് പല തോന്നിവാസങ്ങളുടെയും തുടർച്ച മാത്രമാണ്. രണ്ട് മക്കളുടെ ഉമ്മയായ ഒരു സ്ത്രീയെ കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ള ചതിച്ച ഞെട്ടിക്കുന്ന വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ വ്യക്തിഹത്യ ചെയ്യൽ നമ്മുടെ ലക്ഷ്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കോമാട്ടിചാലിൽ അബ്ദുള്ള ഒരു സാധാരണക്കാരനല്ല എന്നാണ് കോമാട്ടിചാലിൽ അബ്ദുള്ളയും കുരുവട്ടൂരികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു സാധാരണക്കാരൻ ചെയ്തതാണെങ്കിൽ നമുക്ക് പുറത്തു പറയേണ്ടതില്ല. അവരായി, അവരുടെ പാടായി എന്ന് കരുതി നമുക്ക് തള്ളിവിടാം. കാരണം ഒരാളെ വ്യക്തിഹത്യ ചെയ്യൽ നല്ല കാര്യമല്ല. പക്ഷേ കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ളയുടെ തനിനിറം ജനങ്ങൾ അറിയേണ്ടത് നിർബന്ധമാണ്. കാരണം അവൻ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരോടും അൽ ഖൗമിൽ മെമ്പറാണെന്നും അവിടെ നിന്ന് ഔലിയാക്കൾക്ക് ലഭിക്കുന്ന 40,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് പറയുകയും, പണക്കാരായ ആളുകളോട് എനിക്ക് അൽ ഖൗമിൽ മെമ്പറാവണമെങ്കിൽ ഒരു നിശ്ചിത കണക്കിൽ യത്തീം കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അതാണ് നിബന്ധന. അത് ചെയ്തില്ല എങ്കിൽ എനിക്ക് മെമ്പറാകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് യത്തീം കുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിങ്ങൾ സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കോമാട്ടിചാലിൽ അബ്ദുള്ള അവരെ പറഞ്ഞ് പറ്റിച്ച് പണം സമ്പാദിക്കുകയും ഒരു യത്തീം കുട്ടിയെ പോലും വിവാഹം കഴിപ്പിച്ചതായിട്ട് കുരുവട്ടൂരികൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ കോടികൾ സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാരും ഷെയ്ഖായ കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ളയും. ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യം പറയുന്നതിനിടയിൽ ഒരു വൈരുദ്ധ്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകം നിയന്ത്രിക്കുന്ന കോമാട്ടിചാലിൽ അബ്ദുള്ള ആ വണ്ടിയിൽ ഉണ്ടായിട്ടും ഡ്രൈവർ ഹമ്പ് കണ്ടില്ലത്രേ. അത് കാരണം ഹമ്പിൽ തട്ടി വാഹനം ചാടിയപ്പോൾ കോമാട്ടിചാലിൽ അബ്ദുള്ളയും ആ വണ്ടിയിൽ നിന്ന് ചാടിയപ്പോൾ പെട്ടെന്നൊരു പെണ്ണിന്റെ മുഖത്തേക്കാണ് കോമാട്ടിചാലിൽ അബ്ദുള്ള നോക്കിപ്പോയത്. അത് കാരണം ഒരു വിശദീകരണവും തേടാതെ അൽ ഖൗമിൽ നിന്ന് അനീതിപരമായി കോമാട്ടിചാലിൽ അബ്ദുള്ളയെ കുറെ ഔലിയാക്കൾ ചേർന്ന് സസ്പെൻഡ് ചെയ്തു. അത്ര നീതിയില്ലാത്തവരാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ചോദിക്കട്ടെ, അത് അനീതിയാണെങ്കിൽ ഇപ്പോ കോമാട്ടിചാലിൽ അബ്ദുള്ള അൽ ഖൗമിൽ മെമ്പറാണോ, അതോ തീരെ മെമ്പറായിട്ടില്ലേ, അതോ സസ്പെൻഡിൽ നിന്ന് ഇതുവരെ ഒഴിവായിട്ടില്ലേ? ഇപ്പോഴും മെമ്പറാണെങ്കിൽ പറയാനുള്ളത്, ഗ്ലോബൽ വില്ലേജിൽ പോയത് മനഃപൂർവമാണല്ലോ. അർദ്ധനഗ്നകളായ മദാമമാരുടെ ശരീരം കണ്ട് ആസ്വദിച്ചത് മനഃപൂർവമാണല്ലോ. അവരുടെ ഡാൻസ് കണ്ടത് മനഃപൂർവമാണല്ലോ. അതിന്റെ പേരിൽ അൽ ഖൗമിൽ നിന്ന് നിന്നെ പുറത്താക്കിയോ, സസ്പെൻഡ് ചെയ്തോ? അതുപോലെ 2 കുട്ടികളുള്ള ഒരു സ്ത്രീയെ ചതിച്ചതിന് കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ളയെ അൽ ഖൗമിൽ നിന്ന് പുറത്താക്കിയോ, സസ്പെൻഡ് ചെയ്തോ എന്നിന്നത്തെ പരിപാടിയിൽ നൗഷാദിനോട് പറയാൻ നിർദ്ദേശം കൊടുക്കണം. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് കോമാട്ടിചാലിൽ കോഴി അബ്ദുള്ള പണം സമ്പാദിക്കുന്നത്, ജീവിക്കുന്നത്, അവന്റെ മക്കളെ പോറ്റുന്നത്, കുടുംബത്തെ പോറ്റുന്നത്. ഇനിയും അവന്റെ ചതിയിൽ ഒരാളും പെട്ടുപോകരുത് എന്ന ലക്ഷ്യം മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് എല്ലാം തട്ടിയെടുത്ത കേമനാണ്. ലോകത്തിന്റെ മൊത്തം നിയന്ത്രണവും അവന്റെ കയ്യിലാണ്. ഇനി അള്ളാഹുവിന് യാതൊരു ഇടപെടലും നടക്കുകയില്ല. അള്ളാഹു അതിന് അശക്തനാണെന്ന് അവകാശപ്പെടുന്നവരാണ് കോമാട്ടിചാലിൽ അബ്ദുള്ളയും അവന്റെ കൂട്ടാളികളും. അതുകൊണ്ടാണല്ലോ ദുബൈയിലുള്ള ഗ്ലോബൽ വില്ലേജിൽ അഴിഞ്ഞാടാൻ പോയപ്പോൾ കോമാട്ടിചാലിൽ അബ്ദുള്ളയുടെ ഭാര്യ മുഖവും മുൻകൈയും തലമുടിയും കാട്ടിയത്. കാരണം ഹറാമിനെ ഹലാലാക്കാനും ഹലാലിനെ ഹറാമാക്കാനുമുള്ള കഴിവൊക്കെ ഇപ്പോ കോമാട്ടിചാലിൽ അബ്ദുള്ളക്കാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഹറാമായ ഡാൻസ് അവൻ ഹലാലാക്കിക്കൊണ്ട്
കാണാൻ വേണ്ടി പോയത്. കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയുടെ രസകരമായ കറാമത്ത് കൂടി കേൾപ്പിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. കോമാട്ടുചാലിൽ അബ്ദുള്ള 8 വർഷത്തോളം തീരെ ഉറങ്ങിയിട്ടില്ലത്രേ. 8 വർഷത്തോളം മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല എന്നാണ് കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ള തന്നെ അവന്റെ കറാമത്തായി പലരോടും വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങളൊരു വീഡിയോ കാണുക. പറയണ കേട്ടൊന്നുമല്ല, സത്യമാണ് സത്യമാണ് സത്യമാണ്. നമ്മളത്ര അനുഭവിച്ചതാണ്. പിന്നെ ബൗരി ഷരീഫ് മൂത്രത്തിൻ്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല. മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും. കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട്, ഔലിയാക്കന്മാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ്. വിയർപ്പിന് കസ്തൂരി മണ്ണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല ഭയങ്കര വിയർത്താൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാകുക. ബനിയനൊക്കെ അവരുടെ ബനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട്. നല്ല വിയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരൻ വലിയ ഉസ്താദാണ്, ആളെ പറയില്ല, ആ വലിയ ഉസ്താദ് ഊരിപ്പിച്ച് കുറേ യാചിച്ച് ബനിയൻ വാങ്ങി പുതിയ ബനിയന് വാങ്ങിക്കൊടുത്ത. പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ മണം. നമ്മളതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേന്ന് നാറ്റുണ്ടാവില്ലേ? മനസ്സിലാക്കുക. അനുഭവം തന്നെയാണ്, ഒന്നും വെറുതെ പറഞ്ഞല്ല. നിങ്ങളോട് പത്രമൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇത് കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയുടെ മുരീദായ കാടപ്പടി ഫൈസലാണ്. ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള 8 വർഷമായി മലമൂത്ര വിസർജനം നടത്താത്തത്. പിന്നെ എങ്ങനെയാണ് നിനക്കവന്റെ മൂത്രത്തിൽ കസ്തൂരിയുടെ വാസനയാണെന്ന് അനുഭവപ്പെട്ടത്? കിട്ടാക്കനിയുടെ രുചിയാണല്ലോ നീ പറഞ്ഞിട്ടുള്ളത്. കോമാട്ടിനേക്കാൾ കേമൻ മുരീദായോ? ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ള താൻ വലിയ ഷെയ്ഖാണെന്നും തനിക്ക് പല അസുഖങ്ങളും മാറ്റാൻ കഴിയുമെന്നും മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ കഴിയുമെന്നൊക്കെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഒരു വീട്ടിൽ പോയി ആ വീട്ടുടമസ്ഥനെ പലതും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നീ എന്റെ ത്വരീഖത്തിൽ ചേരണം, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് അവനെ വശത്താക്കി അവിടെ ചുറ്റിത്തിരിയാൻ തുടങ്ങി. അങ്ങനെ ആ വീട്ടുടമസ്ഥന്റെ ഭാര്യയുമായി കോമാട്ടുചാലിൽ അബ്ദുള്ള അടുപ്പത്തിലായി. അടുപ്പം വളർന്നു. പല ഡിങ്കോലാഫികളും അവിടെ നടന്നു. അങ്ങനെ അത് ദീർഘിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ല, എന്റെ ഭർത്താവിനെ കൂടി ചതിക്കലാണല്ലോ ഇത്. ആ സമയത്ത് കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് അവളോടുള്ള ഭ്രമം അവസാനിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, നീ നിന്റെ ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു അവളെ വിശ്വസിപ്പിച്ചു. ആ സന്തോഷത്തിൽ കുറെ കാലം കൂടി ഡിങ്കോലാഫി നടന്നു. അവസാനം പറയട്ടെ, അവളോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം, അപ്പോഴേക്ക് നീ നിന്റെ ഭർത്താവുമായി വേർപിരിയണം, അതിനുശേഷം നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഈ ചങ്ങാതി അവിടെ നിന്ന് നാട്ടിലേക്ക് വരികയും ആ സഹോദരി കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയെ വിശ്വസിച്ചുകൊണ്ട് 2 മക്കളുടെ പിതാവായ തന്റെ ഭർത്താവിനെ ഒഴിവാക്കി കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയെ കാത്തിരുന്നു. പക്ഷേ പിന്നീടുണ്ടായത് കോഴി അബ്ദുള്ള അങ്ങോട്ട് പോകാതെ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ 2 മക്കളുള്ള ഒരു സ്ത്രീയെ ചതിച്ചവനാണ് കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ള. ഇതാ സഹോദരി പറയുന്നതാണ്. ആ സഹോദരിയുടെ വോയിസ് കേൾപ്പിക്കാത്തത് ഒരു പെണ്ണാണെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ അത് കാണിക്കൽ നിർബന്ധമില്ല എന്ന് തോന്നിയിട്ടാണ്. ഇനി എങ്ങാനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയോ അവന്റെ ശിങ്കടികളായ കുരുവട്ടൂരികളോ നിഷേധിച്ചാൽ പിന്നീട് അത് കാണിക്കൽ എനിക്ക് നിർബന്ധമാകും. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. നിഷേധിക്കാൻ ചങ്കൂറ്റമുള്ള തന്റെ ഇടമുള്ള ആണായി പിറന്ന തെറിയൂർ കുഞ്ഞമ്മദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനനത്തിൽ തകരാറില്ലെങ്കിൽ, നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കുക. അപ്പോൾ തെളിവുമായി കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും
ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.